നിങ്ങളെ ബാക്ക് ചെയ്യാൻ കോടീശ്വരന്മാർ ഉണ്ടെങ്കിൽ, നിങ്ങൾക്ക് നാണം കെട്ട രീതിയിലുള്ള മാർക്കറ്റിംഗ് ഹൈപ്പും ഉണ്ടാക്കാനുള്ള കഴിവുണ്ടെങ്കിൽ, നിങ്ങൾക്ക് മലയാള സിനിമ കണ്ടിട്ടില്ലാത്ത രീതിയിലുള്ള PR എഫേർട്സ് നടത്താൻ ഉള്ള തൊലിക്കെട്ടി ഉണ്ടെങ്കിൽ, ഏത് വൃത്തികെട്ട സിനിമയും ഒരു പക്ഷേ ഫിനാൻഷ്യലി രക്ഷപ്പെടുത്താൻ അല്ലെങ്കിൽ ഫിനാൻഷ്യലി ഹിറ്റാക്കാൻ കഴിയും എന്നുള്ളതിൻ്റെ ഉത്തമ ഉദാഹരണമാണ് പൃഥ്വിരാജ് സുകുമാരൻ്റെ L2E എമ്പുരാൻ. വാനോളം വേറെ എക്സ്പെക്ടേഷൻസോട് കൂടിയാണ് പടത്തിന് ഒട്ടുമിക്ക ആൾക്കാരും ചെല്ലുന്നത്. ഞാനും അങ്ങനെ തന്നെ ആയിരുന്നു. ട്രെയിലർ എനിക്ക് ഡിസപ്പോയിൻറ്റിംഗ് ആയിരുന്നു. എന്നിട്ടും പടം മികച്ചൊരു പടമാകാൻ സാധ്യതയുണ്ട് എന്നുള്ള നേരിയ ഹോപ്പെങ്കിലും എനിക്ക് ഉണ്ടായിരുന്നു. ഹായ്, ദിസ് ഇസ് DTH. ഒരു സാധാരണ സിനിമാ പ്രേമിയുടെ ഫിലിം റിവ്യൂവിലേക്ക് വീണ്ടും സ്വാഗതം. പൃഥ്വിരാജ് സുകുമാരൻ്റെ L2E, ലൂസിഫറിൻ്റെ പാർട്ട് 2 എന്ന് വിളിക്കാൻ പറ്റുന്ന L2E എമ്പുരാൻ, മോഹൻലാലിൻ്റെ ലൂസിഫറിൻ്റെ പിൻഗാമിയായിട്ടുള്ള മോഹൻലാലിൻ്റെ എമ്പുരാൻ. ഇതിൽ ഒരു സെൻസും ഇല്ലാത്ത, ഒരു ലോജിക്കും ഇല്ലാത്ത കഥയും തിരക്കഥയുമാണ്. അതായത് ഒരു മലയാളി സിനിമ ഓഡിയൻസിന് കണ്ടുകൊണ്ടിരിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു പടമായിട്ട് എനിക്കിത് തോന്നിയതേയില്ല. ഏതൊരു തെലുങ്ക് പടം, ഏതൊരു വൃത്തികെട്ട തെലുങ്ക് പടം അല്ലെങ്കിൽ ഒരു വൃത്തികെട്ട വിജയ് പടം കാണുന്ന കണക്കുള്ളൊരു ഫീലിംഗാണ് എനിക്കുണ്ടായത്. ചില സീൻസ്, ചില മൊമെൻറ്റ്സ്, നിങ്ങളൊരു ലാലേട്ടൻ ഫാനാണെങ്കിൽ, ലാലേട്ടൻ്റെ ഒരു ഹാർഡ് കോർ ഫാനാണെങ്കിൽ നിങ്ങൾക്ക് വളരെ വളരെയധികം ഇഷ്ടപ്പെടാൻ വഴിയുണ്ട്. അത് 2-3 സീക്വൻസ് എനിക്ക് അങ്ങനെ തോന്നിയുള്ളൂ. അത് അതിനു വേണ്ടി കയ്യടിക്കും വിസിലിനും വേണ്ടി മാത്രം വെച്ചിരിക്കുന്ന കുറച്ച് സീക്വൻസസും ഒക്കെയാണ്. എസ്പെഷ്യലി മഞ്ജു വാര്യരെ, അല്ലെങ്കിൽ അത് പറയുന്നില്ല, അങ്ങനെ ചില സീക്വൻസസ്, ചില സീൻസ് മാത്രം കുറച്ച് ഇഷ്ടപ്പെടാൻ വഴിയുണ്ട് നിങ്ങളൊരു ഹാർഡ് കോർ ലാലേട്ടൻ ഫാൻ ആണെങ്കിൽ. പക്ഷേ ഈ 3 മണിക്കൂർ, ഓൾമോസ്റ്റ് 3 മണിക്കൂറുള്ള പടത്തിന് അത് പോരാ. കാരണം നമ്മുടെ സെൻസസിനെയും നമ്മുടെ ലോജിക്കിനെയും ഒക്കെ ക്വസ്റ്റ്യൻ ചെയ്യുന്ന തരത്തിലുള്ള കഥയാണ് എമ്പുരാൻ്റെ, മുരളി ഗോപി എഴുതിയ കഥ. ലൂസിഫറും മുരളി ഗോപിയുടെ ഒരു മീഡിയോക്കർ വർക്കായിട്ടാണ് എനിക്ക് തോന്നിയത്. അതിനേക്കാൾ മോശമായിട്ടുള്ള കഥയുമാണ് എമ്പുരാൻ്റെത്. ലൂസിഫർ തമ്മിൽ ഭേദം എന്ന് മാത്രം. ഇതിൽ ഒരുപാട് അനാവശ്യ കഥാപാത്രങ്ങളുണ്ട്. അതായത് ഇപ്പം നൈലൗഷയുടെ കഥാപാത്രം എന്തിനാണ്, ഇപ്പം ലൂസിഫറിലുള്ളവരെയൊക്കെ വീണ്ടും ഇതിൽ കാണിക്കണം, അഭിനയിപ്പിക്കണം എന്ന് നേർച്ച വല്ലതും ഉണ്ടോ? അങ്ങനെ എനിക്ക് തോന്നുന്നു. കാരണം അനാവശ്യമായ ഒരുപാട് ക്യാരക്ടേഴ്സ്, ഒരുപാട് സീൻസ്, പ്രത്യേകിച്ച് ക്യാരക്ടേഴ്സ്. ഇന്ദ്രിയത്തിന് കുറച്ചുകൂടെ റോളുണ്ട് ഇപ്രാവശ്യം. ഗോവർദ്ധൻ എന്ന ക്യാരക്ടറായിട്ട് കുറച്ചുകൂടെ റോളുണ്ട്. പക്ഷെ അതും പുള്ളി നേരത്തെ പോലെ തന്നെ ഡാർക്ക് വെബും, റൂമിനകത്ത് അടച്ചിരുന്നിട്ട് ഡാർക്ക് വെബും പിന്നെ സാറ്റലൈറ്റ് ഫോണൊക്കെ ആയിട്ടങ്ങ് ഇരിക്കുകയാണ്. പുള്ളി നേരിട്ട് ബന്ധപ്പെടുന്നത് ആരൊക്കെയാണെന്ന് അറിയാവോ? പുള്ളി അതും പറയുന്നില്ല. പുള്ളിയെ ബന്ധപ്പെടുന്നത്, പുള്ളി നേരിട്ട് ബന്ധപ്പെടുന്നതായിട്ട് ആൾക്കാരെന്നൊക്കെ പറഞ്ഞാൽ അവിശ്വസനീയമായ സംഗതികളാണ് കാണിക്കുന്നത്. പിന്നെ പോട്ടെ, നമ്മൾ ഇനിയിപ്പം ആ ഒരു യൂണിവേഴ്സിൽ നിങ്ങൾ വിശ്വസിക്കണം എന്ന് പറഞ്ഞാൽ പോലും ആ ഒരു യൂണിവേഴ്സ് കൺവിൻസിങ് അല്ല. കാരണം കേരളത്തിൽ നടക്കുന്ന ഒരു കഥ എന്ന രീതിയിൽ, കേരളത്തിൽ നടക്കുന്ന രാഷ്ട്രീയ പശ്ചാത്തലമുള്ള കഥ എന്ന നിലയിൽ അങ്ങനെയും വിശ്വസിക്കാൻ ബുദ്ധിമുട്ടാണ്. അങ്ങനെ ഒരു രീതിയിലും കൺവിൻസിങ് അല്ലാത്ത ഒരു കഥ. അതായത് എന്തൊക്കെയാണ് സംഭവിക്കുന്നത് വെച്ചാൽ എനിക്ക് തന്നെ ഞാൻ ഓർത്തു നോക്കി. കാരണം 3 മണിക്കൂർ പടം ഇറങ്ങി കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ റിവൈൻഡ് ചെയ്ത് നോക്കി എന്തൊക്കെയാണ് കാണിച്ചത്. അതായത് പല രാജ്യങ്ങളിലൂടെയുള്ളൊരു യാത്രയാണ്. അതായത് ഇറാഖ്, ഇന്ത്യ, ടർക്കിയോ, ലണ്ടനോ, US അങ്ങനെ ഏതൊക്കെയോ രാജ്യങ്ങളിലൂടെ കടന്നു പോകുന്ന ഒരു കഥയാണ്. പക്ഷെ എങ്ങും തൊടാത്ത രീതിയിലുള്ള സിനിമയായിട്ടാണ് എനിക്ക് തോന്നിയത്. പിന്നെ ഈ ഫോറിനേഴ്സിനെ കൊണ്ടൊന്ന് അഭിനയിപ്പിക്കുന്നത് അരോചകമായിട്ട് തന്നെ തോന്നി. അതായത് അവരുടെ അഭിനയമായാലും, മെയിനായിട്ട് സായിപ്പന്മാരുടെയൊക്കെ ഞെട്ടലാണ് പ്രധാനം. അവർ സായിപ്പ് അങ്ങോട്ട് നോക്കുന്നു ഞെട്ടുന്നു, ഇങ്ങോട്ട് നോക്കുന്നു ഞെട്ടുന്നു, അങ്ങോട്ട് നോക്കുന്നു ഞെട്ടുന്നു, ഇങ്ങോട്ട് നോക്കുന്നു ഞെട്ടുന്നു. ഇങ്ങനെയുള്ള കോമാളിത്തരങ്ങളാണ് അവരെ കൊണ്ട് കാണിപ്പിക്കുന്നത്.
അത് ഡയറക്ഷൻ്റെ കുറവായിട്ട് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. കേരളത്തിലെ ഒരു മുഖ്യമന്ത്രി എന്ന നിലയിൽ കാണിക്കുന്ന കഥാപാത്രം ജതിൻ രാമദാസ് എന്ന കഥാപാത്രം ഒരു കേരള CM എന്നൊക്കെ പറഞ്ഞ് കാണിക്കുമ്പോൾ ഇത് എന്തോ ഈ കാണിക്കുന്നത്, അതിൽ അവസാനം പുള്ളിയെ കൊണ്ട് കാണിപ്പിക്കുന്നതും അവസാനം പലതും പറയാനും പറ്റുന്നില്ലല്ലോ. അതായത് ഒരു രീതിയിലും നമുക്ക് കണക്റ്റ് ആവാത്ത ഒരു പടം. അത് കേരളത്തിൽ നടക്കുന്ന അല്ലെങ്കിൽ ഇന്ത്യയിൽ നടക്കാൻ സാധ്യതയുള്ള എന്ന് കാണിക്കുന്ന, അല്ലെങ്കിൽ ലോകത്ത് നടക്കാൻ സാധ്യതയുള്ളതെന്ന് കാണിക്കുന്ന രീതിയിൽ കാണിച്ചിട്ട് ഒട്ടും കൺവിൻസിങ് അല്ലാത്ത, ഒട്ടും വിശ്വസിക്കാൻ പറ്റാത്ത കണക്കുള്ള തരത്തിലുള്ള ട്വിസ്റ്റും ടേൺസും ഒക്കെയാണ് ഈ പടത്തിൽ ഉടനീളം. കഥ തുടങ്ങുന്നത് ഇറാഖിലാണ് ഓപ്പണിംഗ് ഷോട്ട്സ് കാണിക്കുന്നത്. പിന്നീട് കാണിക്കുന്നത് ഇന്ത്യയിലാണ്. ഇന്ത്യയിൽ എവിടെയാണ് അവർ പറയുന്നില്ല. തികച്ചും യാദൃശ്ചികവുമായ സാങ്കല്പികവുമായ കഥ ആണല്ലോ പൊതുവെ എല്ലാ സിനിമകളിലും. അതുകൊണ്ട് ഇത് ഗുജറാത്താണെന്നോ ഗോദ്രയാണെന്നോ അവർ പറയുന്നില്ല. പക്ഷേ അതുകൊണ്ട് നമുക്കും പറയാൻ പറ്റത്തില്ല. അതുകൊണ്ട് എന്നാലും ഗോദർ റൈറ്റ്സിന് ഓർപ്പിക്കുന്ന രീതിയിലുള്ള തുടക്കമാണ് കാണിക്കുന്നതായിട്ടാണ് എനിക്ക് തോന്നിയത്. പക്ഷേ ഇത് എൻ്റെ ഊഹം മാത്രമാണ്. അവരങ്ങനെ പറയുന്നില്ല. ഒരു പാർട്ടിയുടെയും പേര് അവരെടുത്ത് പറയുന്നില്ലല്ലോ. ലൂസിഫറിലും എടുത്ത് പറയുന്നില്ല, എമ്പുരാനിലും എടുത്ത് പറയുന്നില്ല. തൽക്കാലം നമുക്ക് അതിനെ റൈറ്റ് വിങ് എന്ന് വിളിക്കാം. റൈറ്റ് വിങ്ങിൻ്റെ കേരളത്തിലേക്കുള്ള ഒരു കടന്നുകയറ്റം അല്ലെങ്കിൽ കടന്നു കയറാൻ ഉള്ള ശ്രമം, അതിനെ തടയിടാനുള്ള ചിലരുടെ നീക്കങ്ങൾ, അങ്ങനെ ഇതിനെ വേണമെങ്കിൽ വിശേഷിപ്പിക്കാം. ഇതിനോടനുബന്ധിച്ചുള്ള വിവാദങ്ങൾ നിങ്ങൾക്ക് ഒരുപക്ഷെ കേട്ട് കാണും. പക്ഷെ അത് ഈ പാർട്ടിയാണെന്നോ അത് ആ പാർട്ടിയാണെന്നോ സിനിമയിൽ പറയുന്നില്ല. അപ്പം പിന്നെ പ്രശ്നമില്ലല്ലോ. എമ്പുരാൻ്റെ പ്രൊഡക്ഷൻ ക്വാളിറ്റി വളരെ വളരെ ഹൈ ആണ്. അത് ഒരു ഗുണം തന്നെയാണ് ഈ പടത്തിൻ്റെ. ഈ പടം കണ്ടുകൊണ്ടിരിക്കാൻ ഉള്ള ഒരു ശേഷി നമുക്ക് തരുന്നത് അത് ഈ പ്രൊഡക്ഷൻ ക്വാളിറ്റിയുടെ ഫിറ്റ്നസ്സാണ്. അതിൽ പൃഥ്വിരാജ് സുകുമാരൻ്റെ ടീമിന് അഭിമാനിക്കാം. അതുപോലെ തന്നെ മഞ്ജു വാര്യരുടെ സട്ടിൽ പെർഫോമൻസ് എനിക്ക് വളരെ വളരെ ഇഷ്ടപ്പെട്ടു. വളരെ മികച്ച സീൻസ്, ഡയലോഗ്സും മഞ്ജു വാര്യൻ കൊടുത്തിട്ടുണ്ട്. അതായത് ആൾക്കാരിൽ, ഓഡിയൻസിൽ രോമാഞ്ചം ഉണ്ടാക്കാനും ഇമ്പാക്റ്റ് ഉണ്ടാക്കാനും ഒരുപാട് ഗിമിക്സ് ഒന്നും ആവശ്യമില്ല. ഒരു സട്ടിലായിട്ട് പെർഫോമൻസ് മതി എന്ന് മഞ്ജു വാര്യർ വീണ്ടും വീണ്ടും തെളിയിക്കുന്നു. ഇതിലൊരു ക്യാരക്ടർ ഇടയ്ക്ക് പറയുന്ന കണക്ക് ഇത് UP-യോ ബീഹാറോ ഒന്നുമല്ല, ഇത് കേരളമാണ്, ഇത് മലയാളി ഓഡിയൻസാണ്. സുപ്രിയ മേനോൻ്റെ വാക്കുകൾ കടമെടുക്കുകയാണെങ്കിൽ ആളറിഞ്ഞ് കളിക്കട. 1 star out of 5 for Empuran. Thanks for watching. Bye.